ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഷോസ്. നമ്മളിന്ന് അടിപൊളി പുഡിങ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. പാല് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിറ്റിയിലെ പുഡിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അമ്മക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനൊരു പാൻ ചൂടാക്കി അതിൽ തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആയാൽ മതി. കളർ മാറിപ്പോകാണ്ട് ശ്രദ്ധിക്കണേ. കളർ മാറിപ്പോയാൽ കറിക്ക് വറക്കുന്ന പോലെ ആയിപ്പോകും. ഫ്ലെയിം ഓഫാക്കിയപ്പോൾ ഈ പാനിൽ തന്നെ വെച്ചതാണ്. ചൂട് റെഡി ആയിട്ടുണ്ട്. ഇതിന് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കാം. ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പുഡിങ്ങിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സിയിലെ ജാറിൽ 1 കപ്പ് പാല്, 250 ml പാലാണ് നമുക്ക് വേണ്ടത്. 125 ml കപ്പായുണ്ട്. ഇതിൽ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര കൂടുതൽ അളവിൽ ചേർത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി. കോൺഫ്ലോർ ചേർക്കുമ്പോൾ എളുപ്പത്തിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഡിങ്ങിനുള്ള ട്രേ സെറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ പാലിൻ്റെ മിക്സ് നമുക്ക് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി കുറുകിയ ഫ്ലെയിം സെറ്റ് ചെയ്യാം. കുറച്ച് വിപ്പിംഗ് ക്രീം പിസ്ത കളർ ചേർത്തിട്ട് നന്നായി ഒന്ന് വിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് വെക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യാം.
Thanks for watching. Like, share, comment, subscribe my channel.